ഒരു ചങ്ങാതി ഒരു പാർട്ടിയുടെ ലേബലിൽ നമുക്കറിയാം, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട CPI-യുമായി ബന്ധമുള്ള ആളുകൾ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു, അവർ അറസ്റ്റിലായിരിക്കുന്നു, ജാമ്യം പോലും ലഭിക്കാത്തൊരവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ വിദ്വേഷ പരാമർശം ഒരു ഭാഗത്തിരിക്കുന്നു. അദ്ദേഹത്തെ സ്വീകരിച്ചതും അദ്ദേഹത്തിന് വേണ്ടി നല്ല വാക്കുകൾ പറഞ്ഞതിൻ്റെ പേരിലും CPM പഴി കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഒരു മുൻ മന്ത്രിക്ക് അടിവസ്ത്രം മാറ്റിയതിൻ്റെ പേരിൽ, ഒരു മയക്കുമരുന്ന് കേസിൽ അടിവസ്ത്രം മാറ്റിയതിൻ്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെ LDF ഒരു ബാക്ക് ഫൂട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരമൊരു കേസുമായി വരുന്നത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് എന്ന് തന്നെയല്ലേ ആളുകൾക്ക് തോന്നുക? കോൺഗ്രസിൻ്റെ അങ്ങനെയുള്ള ഒരു ആരോപണത്തിൽ എന്താണ് മറുപടി? നിങ്ങൾ ഓർത്തെടുത്ത് 2-3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. നിങ്ങൾ ഓർത്തെടുക്കാൻ ആഗ്രഹിക്കാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ VD സതീശന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ തട്ടിപ്പ്, ഇത് ഒന്നാം പ്രളയ തട്ടിപ്പ് അല്ല. ഇതിൽ സഹായിക്കാനാണെന്ന് പറഞ്ഞു. തട്ടിപ്പ് എന്താണ്? ഇത് FCR ലംഘനം എന്ന് പറയുന്നത് ഒരു തട്ടിപ്പല്ല, ഒരു സാങ്കേതിക പ്രശ്നമാണ്. ഇതിൽ ഈ വിഷയത്തിലെ തട്ടിപ്പ് എന്താണ്, അഴിമതി എന്താണെന്ന് ഷാനി വിശദീകരിച്ചിട്ടില്ല. ഞാൻ പറയാം. ഓക്കെ, 2 മിനിറ്റ് നിങ്ങൾ മിണ്ടാതെ കേട്ടാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് ഏതെങ്കിലും ഒരു വിദേശ നാണ്യ വിനിമയത്തിൻ്റെ നിയമത്തിൻ്റെ പരിധിയിൽ പെടുന്ന ലംഘനം എന്ന നിലയിൽ മാത്രമല്ല ഇതിനെ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ തട്ടിപ്പ് എന്ന് പറയുന്ന ഇത് ഒന്നാം പ്രളയ തട്ടിപ്പാണ്. ഇതെന്താണ് തട്ടിപ്പ്? വിദേശത്ത് നിന്ന് ഇവർ പിരിച്ച പണം എത്ര കോടി പിരിച്ചു, ആർക്കൊക്കെ കൊടുത്തു എന്നതിൻ്റെ കണക്ക് നൗഫലിൻ്റെ കയ്യിൽ ഏതെങ്കിലും തരത്തിൽ UDF കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമാണ്. അദ്ദേഹം ബോധ്യപ്പെടുത്തിയിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇദ്ദേഹം നാട്ടിൽ ഉണ്ടാക്കി കൊടുത്ത വീടുകൾ എന്ന് പറയുന്നത് ഓരോ സ്പോൺസർമാരും നേരിട്ട് വീടുകൾ നിർമ്മിച്ചു കൊടുത്തതാണ്. അങ്ങനെ നേരിട്ട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിനിടയിൽ എന്തിനാണ് വിദേശത്ത് പോയി കോടിക്കണക്കിന് രൂപ പിരിച്ചത്, ആ പിരിച്ച പണം എന്ത് ചെയ്തു എന്നതാണ് ഇതിനകത്ത് തട്ടിപ്പ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ തട്ടിപ്പ് നിങ്ങൾക്ക് ഓർമ്മ കാണില്ല. രണ്ടാമത്തെ തട്ടിപ്പ് ഈ വയനാട്ടിലെ ചൂരൽമലയിലെ മുണ്ടക്കയിലെ പാവപ്പെട്ട മനുഷ്യർ മരിച്ചു വീണ അവിടെ മൃതദേഹത്തിൻ്റെ മണം പോലും മാറാത്ത മണ്ണിൽ നിന്ന് പണം പിരിച്ചിട്ട് ആ പണം കോടിക്കണക്കിന് രൂപ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് അവിടെ ഇരുന്നിട്ട് പാവങ്ങളെ സഹായിക്കുന്നതാണോ നിങ്ങൾക്ക് കുഴപ്പം എന്ന് ചോദിക്കുന്നത്. ആ പ്രളയ ഫണ്ട് നിങ്ങൾ വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ പിരിച്ച പണം എത്ര, ആർക്കൊക്കെ വീട് കൊടുത്തു, ഏതൊക്കെ മാസങ്ങളിൽ നിങ്ങൾ കല്ലിട്ടു, ഏതൊക്കെ പഞ്ചായത്തിൽ നിങ്ങൾ പോയിട്ട് അഡ്വാൻസ് കൊടുത്തു, നിങ്ങൾ അവിടെ അഡ്വാൻസ് കൊടുത്തു, ഇവിടെ അഡ്വാൻസ് കൊടുത്തു, ഇന്ന ദിവസം തറക്കല്ലിടും എന്നൊക്കെ പറഞ്ഞ് പച്ചക്കള്ളം ഈ ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുന്ന നിങ്ങൾ, ഇത് രണ്ടാമത്തെ തട്ടിപ്പാണ്. ദുരന്തബാധിതരെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് നിങ്ങൾ പിരിവ് നടത്തുന്ന രണ്ടാമത്തെ തട്ടിപ്പാണിത്. അപ്പോൾ കോൺഗ്രസ് ഈ കാണിച്ചു കൂട്ടുന്ന എല്ലാ കൊള്ളരുതായ്മകളെയും എല്ലാ തട്ടിപ്പിനെയും നമുക്ക് ശബരിമല പറഞ്ഞ് അതിനെ 2 മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. താങ്കൾ പറയുന്നത് ഈ കണക്കുകൾ അവതരിപ്പിച്ചില്ല എന്നത് മാത്രമാണ് തട്ടിപ്പ്. ഈ കണക്കുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ടാലല്ലേ അത് തട്ടിപ്പ് എന്ന് പറയാൻ പറ്റും? കുറെ പണം പിരിച്ചു, അത് ഉപയോഗിച്ചില്ല, അത് വേറെ വഴിക്ക് ചിലവഴിച്ചു എന്നതിനൊക്കെയുള്ള തട്ടിപ്പ് എന്ന് പറയാം. അങ്ങനെ തട്ടിപ്പിനെ കുറിച്ച് താങ്കൾ ഇതുവരെ പറഞ്ഞില്ല. താങ്കൾ ഈ പിരിച്ച പണം എത്ര, ഉപയോഗിച്ച പണം എത്ര എന്ന് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ല നൗഫൽ തന്നെ ചോദിച്ച ചോദ്യം എന്താ? ഞാനിത് ആദ്യം ഉന്നയിച്ചപ്പോൾ നൗഫൽ എന്നോട് പറഞ്ഞത് എന്താ? പുനർജനി എന്ന് പറയുന്ന പദ്ധതി ഓരോ അർഹതപ്പെട്ട ആളുകളെയും കണ്ടെത്തി സ്പോൺസർമാരെ നേരിട്ട് ഏൽപ്പിക്കുകയാണ്. അവർക്ക് എന്താണ് ആവശ്യമുള്ളത് സ്പോൺസർമാരെ നേരിട്ട് ഏൽപ്പിക്കുകയാണ് ചെയ്യുക എന്നങ്ങ് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് വിദേശത്ത് പോയിട്ട് ഇത്ര 500 പൗണ്ട് വേണമെന്ന് പറഞ്ഞ് പണം പിരിച്ചത്? അത് ആർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് പിരിച്ചത്? അത് ബെനിഫിഷ്യറീസിൻ്റെ ലിസ്റ്റ് വെച്ചിട്ടാണോ പിരിച്ചത്? ആ പിരിച്ച പണം എന്ത് ചെയ്തു എന്നതിൻ്റെ കണക്ക് നമുക്ക് അറിയണം എന്നുള്ളത് മാത്രമല്ല, ആ പണം ചെലവഴിച്ചിട്ടില്ല, ആളുകൾക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി ആ പണം ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് വെല്ലുവിളിക്കുന്നു. അവിടുത്തെ ആസ്റ്റർ ഫൗണ്ടേഷനെ പോലെയുള്ള, അതുപോലെ കൊച്ചിയിലെ മറ്റ് സംഘടനകളും വ്യക്തികളും നൽകിയ വീടുകളുടെ മേൽ പുനർജനി എന്ന ബോർഡ് വെച്ചതല്ലാതെ വിദേശത്ത് പോയി പല സ്ഥലങ്ങളിലും പോയി ഞാൻ പണം പിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന VD സതീശൻ ആ പിരിച്ച പണം കൊണ്ട് നിർമ്മിച്ച ഒരു വീടെങ്കിലും, ഞാനിതാ ഇന്ന സ്ഥലത്ത് പോയി പിരിച്ച പണം കൊണ്ട് നിർമ്മിച്ച വീട് എന്ന് പറഞ്ഞ് ഒരൊറ്റ വീടെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹം പറയട്ടെ. ഓരോ വീടും ഓരോ വ്യക്തികൾക്ക് നിർമ്മിച്ചു കൊടുത്തതാണ്. എത്ര രൂപ പിരിച്ചു, ആ വീട് നിർമ്മിച്ച കണക്ക് പറയണം. ഒരു ചങ്ങാതി ഒരു പാർട്ടിയുടെ
ലെയറിൽ വന്ന് തെമ്മാടിത്തം പറയുന്നത് ശരിയല്ല. തെമ്മാടിത്തം പറയുന്നത് ശരിയല്ല. എവിടെയാണ് വി ഡി സതീശൻ പിരിച്ചെടുത്തത്? എന്ത് വി ഡി സതീശൻ പിരിച്ചെടുത്തത്? നിങ്ങൾക്ക് ഈ വൈകുന്നേരത്തെ ചർച്ചയിൽ അല്ല, ഞാൻ ചോദിക്കട്ടെ നൗഫലെ, CPM-ന്റെ ഏതെങ്കിലും വക്താക്കൾ വന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി വന്നിട്ട് ഈ ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ മറുപടി പറയാം. ഇത് മേൽവിലാസം പോലും ഇല്ലാത്ത ഓരോ ചങ്ങാതിമാരെ പിടിച്ച് ചർച്ചയ്ക്ക് ശേഷം തെമ്മാടി. അല്ല നിജേഷ്, അങ്ങനെ സംസാരിക്കരുത്. അദ്ദേഹം നമ്മുടെ അതിഥിയാണ്. ഒരു മിനിറ്റ് രണ്ടുപേരും. നിജേഷ് ഷാനിബ് ഒരു മിനിറ്റ്. നമ്മുടെ അതിഥിയാണ് ഷാനിബ്. അതുകൊണ്ട് ഷാനിബിന് മേൽവിലാസമില്ല എന്നൊന്നും ആക്ഷേപിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് വാദം ഖണ്ഡിക്കാനുള്ള വാദങ്ങൾ പറയാമെന്നല്ലാതെ നമ്മൾ അതിഥിയായി വിളിച്ച ഒരാൾക്ക് മേൽവിലാസമില്ല എന്ന് ആക്ഷേപിക്കരുത്. സമയം തരും. ഷാനിബിന്റെ സമയം കഴിഞ്ഞു. ഇനി നിജേഷ് സംസാരിക്കാം. അദ്ദേഹം പറഞ്ഞു ഒന്നാം പ്രളയ തട്ടിപ്പ് അല്ല. അല്ലെ, ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കല്ലാതെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ട്. ഞാൻ 30 സെക്കൻഡ് ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ സംസാരം നിർത്താം. ഒരൊറ്റ ചോദ്യം കൂടെ നിജേഷ്. എനിക്ക് പിന്നെ മേൽവിലാസമില്ല. എനിക്ക് നിജേഷ് ഒരു മിനിറ്റ്. ഷാനിബിന് 30 സെക്കൻഡ് കൂടെ കൊടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സംസാരിക്കാൻ സമയമുണ്ട്. ഷാനിബ് ചോദിച്ചോളൂ പെട്ടെന്ന്. ഒരൊറ്റ ചോദ്യം. ഓക്കെ, നിങ്ങൾ തുടക്കം മുതൽ പറയുന്നത് വി ഡി സതീശനെ തകർക്കാൻ വേണ്ടി CPM ഉണ്ടാക്കുന്ന കഥയാണ്. വി ഡി സതീശനെ UDF-നെ തകർക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊണ്ടുവന്ന ഒരു സ്ക്രിപ്റ്റാണ് അങ്ങ് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ ചർച്ചയിൽ മറുപടി പറയൂ. നിങ്ങൾ ഈ പറയുന്ന വിദേശത്ത് നിന്ന് പിരിച്ച പണം 500 പൗണ്ട് എന്ന് പറയുന്നതിന് തെളിവുണ്ട്. ബാക്കി പിരിച്ചതിനൊന്നും തെളിവില്ല. ആ പിരിച്ച പണം നിങ്ങൾ എവിടെ ചെലവഴിച്ചു, ആർക്ക് കൊടുത്തു, എന്തൊക്കെ ചെയ്തു? ചോദ്യം വ്യക്തമാണ്. നിജേഷ് മറുപടി പറയാം. ഈ ഇങ്ങനെ പണം പിരിച്ചിട്ടുണ്ടോ, ആ പണം ചെലവഴിച്ചിട്ടുണ്ടോ എന്നുള്ള അദ്ദേഹത്തിന് ചോദ്യം. നിജേഷിന് മറുപടി പറയാം. നമ്പർ 1, ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മോനെ, നീയല്ല, നിങ്ങളുടെ സാക്ഷാൽ സംവിധാനമുണ്ടല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചാൽ ഈ ഒരു ചർച്ചയിൽ എന്നെ വ്യക്തിപരമായിട്ട് നീ എന്നും നിജേഷ് നീ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. നീ എന്നൊക്കെ നിജേഷിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. അങ്ങനെ തന്നെ വീട്ടിൽ പോയി നിങ്ങൾ സാധിക്കില്ല. അവിടെ എഴുതി വെച്ചോ. CPM-നെ കൂടെ നിൽക്കുമ്പോൾ മാന്യമായിട്ട് സംസാരിക്കണം. നീ എന്നൊക്കെ നിജേഷ് സംസാരിക്കട്ടെ പ്ലീസ്. വീട്ടിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ. മര്യാദക്ക് സംസാരിച്ചോ. തുടക്കം മുതൽ നിങ്ങൾ വ്യക്തിപരമായിട്ട് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എനിക്ക് ബോധ്യമുള്ള നിങ്ങൾ ആലോചിക്കേ ദയവായി ചർച്ച വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോകരുത്. ദയവായി നമ്മൾ വിഷയത്തിൽ ഊന്നി സംസാരിക്കും പ്ലീസ്. ദയവായി പ്രയോഗിച്ചോ ആ സംസ്കാരം, നിങ്ങൾ പ്രയോഗിച്ചോ? അല്ല, ആ സംസ്കാരമൊക്കെ നിങ്ങൾ കണ്ണാടിയിൽ വെച്ച് നോക്ക്. നിജേഷ്, താങ്കൾക്ക് മറുപടി പറയാനുള്ള സമയമാണ് നഷ്ടപ്പെടുന്നത്. താങ്കൾ വിഷയത്തിന് മറുപടി പറയും. അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഖണ്ഡിക്കാനുള്ള മറുപടി ഉണ്ടെങ്കിൽ അത് പറയും. ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് പറയും. നമ്പർ 1 വി ഡി സതീശനെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല ഇന്ന് കേരളത്തിൽ. 2, ഇടതുപക്ഷ സർക്കാർ ഏതു കാലത്തും തുടങ്ങിയ പരിപാടിയാണ്. കെ കരുണാകരനെതിരെ പാം ഓയിൽ കേസ് പറഞ്ഞുകൊണ്ട് കുറെ കാലം കൊണ്ടു നടന്നു, എവിടെയും എത്തിയില്ല. ഉമ്മൻചാണ്ടിക്കെതിരെ വീണ്ടും CBI അന്വേഷണം എന്ന് പറഞ്ഞ് കുറെ കാലം കൊണ്ടു നടന്നു, അതും എവിടെയും എത്തിയിട്ടില്ല. ഏത് കാലത്തും ഭരണ സംവിധാനം ഉപയോഗിച്ച് പരാജയപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് CPM-ന്റെ തന്ത്രമാണ്. ആ തന്ത്രത്തിന്റെ അവസാനമാണ് ഇവിടെ കാണുന്നത്. ഇത് രാവിലെ തുടങ്ങി വൈകുന്നേരം ആകുമ്പോഴേക്കും അത് പൊട്ടിപ്പോയി, ഇല്ലാതായി പോയി എന്നുള്ളതാണ് നമ്മുടെ വിജിലൻസിന്റെ കമ്മീഷണർ കാർത്തിക്കിന്റെ അന്വേഷണ റിപ്പോർട്ട് ഏറ്റവും അവസാനം വന്നത്. ഒരു കാര്യം ചെയ്യട്ടെ, പിണറായി ഭരണകൂടം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിജിലൻസ് അന്വേഷിച്ച മുഴുവൻ രേഖകളും പബ്ലിക് ആക്കട്ടെ, പുറത്തേക്ക് വിടട്ടെ. നമുക്ക് മനസ്സിലാക്കാമല്ലോ വിജിലൻസ് എന്ത് അന്വേഷിച്ചു. വി ഡി സതീശൻ പണം പിരിച്ചോ പിരിച്ചില്ലയോ? ഞങ്ങൾ ഇവിടെ തീർത്തു പറയുന്നു, വി ഡി സതീശൻ വിദേശത്ത് പോയി പണം പിരിച്ചിട്ടില്ല. അതാണല്ലോ ചോദ്യം. വിദേശത്ത് പോയി പണം പിരിച്ചിട്ടില്ല. വിദേശത്ത് പോയി പണം പിരിക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി FCRA അക്കൗണ്ടുകളിൽ ഏറ്റവും കൂടുതൽ അന്വേഷണം നടന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏറ്റവും കൂടുതൽ FCRA അക്കൗണ്ടുകൾ ഇല്ലാതായ മരവിപ്പിച്ച കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇന്ന് FCRA അക്കൗണ്ടിലൂടെ ഇല്ലാത്ത കഥ പറഞ്ഞോ രേഖ വെച്ചുകൊണ്ടോ പണം പിരിക്കാൻ സാധ്യമല്ല. അങ്ങനെ പണം പിരിച്ചിട്ടുണ്ട് എങ്കിൽ അത് അന്വേഷിക്കാൻ ആവശ്യമായ സംവിധാനമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ വിശിഷ്യ CPM-നോ ഈ കേസിൽ നേരിട്ട് പോയി പരാതി കൊടുത്ത് വി ഡി സതീശനെതിരെയുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഞങ്ങൾ സർവാത്മന ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. CBI-യോ ED-യോ അതിനപ്പുറത്ത് എന്തെങ്കിലും സംവിധാനമുണ്ടെങ്കിൽ ആ സംവിധാനമോ എത്രയും പെട്ടെന്ന് അന്വേഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുന്നു. നട്ടലുള്ള പോലീസ് സംവിധാനമുണ്ട് എങ്കിൽ, ആത്മാഭിമാനമുള്ള പോലീസ് സംവിധാനമുണ്ട് എങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോലീസ് സംവിധാനത്തിൽ വിശ്വാസമുണ്ട് എങ്കിൽ വരാൻ പോകുന്ന 3 മാസം കൊണ്ട്
ത്വരിതമായ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് VD സതീശനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അന്വേഷണത്തിൽ ഒരു FIR എങ്കിലും, മറ്റൊന്നും ഞാൻ പറയുന്നില്ല, FIR പോലും ഇടാൻ സാധിക്കാത്ത നിങ്ങൾക്ക് ഒരു FIR എങ്കിലും ഇടാനുള്ള ഒരു സാമാന്യ മര്യാദ ഉണ്ട് എങ്കിൽ വളരെ നല്ലതാണ് എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഷാനിബ് 5 വർഷമായി FIR പോലും ഇടാൻ പറ്റാത്തൊരു കേസിൽ ഏത് അന്വേഷണം തയ്യാറാണ് എന്ന് കോൺഗ്രസ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി എന്താണ് പരാതി? ഇവരുടെ ആത്മവിശ്വാസം എന്താണെന്നറിയോ? ഈ VD സതീശൻ വിദേശത്ത് പോയി പണം പിരിച്ചിട്ടുണ്ട് എന്നുള്ളത് VD സതീശൻ തന്നെയാണ് പറഞ്ഞത്, നമ്മൾ ആരുമല്ല പറഞ്ഞത്. പക്ഷെ അത് VD സതീശന്റെ അക്കൗണ്ടിലൂടെയാണോ വന്നത്, വേറെ ഏതെങ്കിലും ഫൗണ്ടേഷന്റെ അവിടെയാണോ വന്നത് എന്നതിലുള്ള ആത്മവിശ്വാസമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. ആ ഫൗണ്ടേഷനുമായിട്ട് ഇദ്ദേഹത്തിന്റെ ബന്ധം എന്താണെന്ന് പുറത്തു വരട്ടെ. ഞാനല്ലല്ലോ പറഞ്ഞത്. VD സതീശൻ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഞാൻ പിരിച്ചിട്ടുണ്ട്, ഞാൻ പിരിച്ചു, അവിടെ കോർഡിനേറ്റ് ചെയ്ത പണം എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഞാനാണോ? അദ്ദേഹം തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞതല്ലേ. ഞാൻ ചോദിക്കുന്നത് ആ പിരിച്ച പണം എത്ര കോടി വന്നു, ആ വന്ന പണം ഇതാ ഞങ്ങൾ ഇന്ന കാര്യത്തിന് മനുഷ്യ സ്നേഹത്തിന്റെ ആരൂപമായ VD സതീശൻ. നൗഫൽ, ആ പത്രസമ്മേളനം ഒന്ന് കാണിക്ക്. ഇല്ലാത്ത കാര്യം പറയല്ലേ, അതുകൊണ്ടാണ് അദ്ദേഹത്തോട് എന്റെ വിയോജിപ്പ്. തുടങ്ങിയ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി ആവർത്തിച്ചു ഒരു നുണ പലതവണ ആവർത്തിച്ചാൽ അത് സത്യമാകുമെന്ന സിദ്ധാന്തം VD സതീശൻ ഞാൻ പണം പിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ പത്രസമ്മേളനം ഒന്ന് കാണിക്കേ. കേട്ടോ 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 ചുരുക്കത്തിൽ സതീശൻ എന്താണ് അത് പോട്ടെ, അത് നമുക്ക് ഇനി സമയം കുറവുണ്ട് ഷാനിബെ, നമുക്കത് തുടരാലോ. കേട്ടോളൂ. അല്ല ഒന്ന് കേൾക്കൂ കേൾക്കൂ. നാട്ടുകാർക്ക് വേണ്ടിട്ടാ പിരിച്ചത്. ബർമിംഗ്ഹാമില് ഗൾഫ് രാജ്യങ്ങളിൽ ഞാൻ പോയി പ്രസന്റേഷൻ നടത്തി. ഞാൻ എന്ത് സഹായമാണ്? എന്ത് സഹായമാണ്? അല്ല, അത് അദ്ദേഹം സതീശൻ നിയമസഭയിൽ കൂടി വ്യക്തമാക്കിയതാണല്ലോ. നിയമസഭയിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ സഹായം ചോദിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്ങനെ ഞാൻ ഒരാൾ സഹായം ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതും കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? ഒന്നാണോ? സഹായം അല്ല, ഇതാ പറയാം. അതിൽ തന്നെ പറയുന്നു എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. അദ്ദേഹം നേരത്തെ മുതൽ പറയുന്നത് VD സതീശൻ കോടികൾ പിരിച്ചിട്ടുണ്ട് എന്നാണ്. അത് ആവർത്തിച്ചു പറയല്ലേ? അതെ. ഓക്കെ ഷാനിബ്, നിജേഷ് അരവിന്ദ്, ശ്രീറാം പറക്കാട്ട്, നമുക്ക് സമയം കഴിഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. നിജേഷിനും ഷാനിബിനും ഒപ്പം ശ്രീറാം പറക്കാട്ടിനും ഒപ്പം ജെയ്സനും നന്ദി രേഖപ്പെടുത്തുന്നു.